ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം റാഫയിൽ നടന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണം. ലോകം അത് അറിഞ്ഞിട്ടില്ല. ലോകം അറിയാതെയാണ് എല്ലാവരും റാഫയുടെ പേര് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടില്ല. അവിടെ എന്താ സംഭവിച്ചത്? ഇസ്രായേൽ അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരെ കൊന്നൊടുക്കി എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി അങ്ങനെയൊന്നും ഇസ്രായേൽ ചെയ്തിട്ട് പോലുമില്ല. അവിടെ താമസിക്കുന്ന 2 തീവ്രവാദികൾ ഒരു വീടിനകത്ത് പാർക്കുന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഇസ്രായേൽ അവർക്ക് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചെറിയ 2 മിസൈൽ, കാരണം ഇസ്രായേലിന്റെ ടെക്നോളജി അത്രത്തോളം ടെക്നോളജിയാണ്. ഇസ്രായേൽക്ക് പുറത്ത് നിന്നുകൊണ്ട് ആ സ്ഥലത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേലിന് എന്ത് ചെയ്യാൻ പറ്റും? അവരെ കൊന്നുകളയാൻ പറ്റും. അങ്ങനത്തെ ഒരു മിഷനാണ് ഇസ്രായേൽ ചെയ്യുന്നത് തന്നെ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന 2 പേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് 2 ടെററിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തും ആ ബിൽഡിങ്ങിലേക്ക് ഇസ്രായേൽ മിസൈൽ അയക്കുകയായിരുന്നു ചെയ്തത്. അതും ചെറിയ 2 മിസൈലുകളാണ്. അത് എന്താ പറയുന്ന ആ ബിൽഡിങ്ങിനെ മാത്രമേ അത് തകർക്കത്തുള്ളൂ. തൊട്ടടുത്തുള്ള ഒരിടത്തും ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഈ ബിൽഡിങ്ങിന്റെ പാർക്കിങ്ങിനടിയിൽ ഇവന്മാരെന്ത് ചെയ്തിരുന്നു? ഒരു കാറിനകത്ത് നിറയെ ബോംബുകളും അതും ഇതുമായിട്ട് മിസൈലുകളെല്ലാം തന്നെ വലിയൊരു ഇതിനകത്ത് ടക്കറിനകത്ത് ആക്കി വെച്ചിരുന്നു, ഈ ബിൽഡിങ്ങിന് താഴെയുള്ള പാർക്കിങ്ങിനകത്ത്. അപ്പോൾ അതിനകത്ത് നിന്നും ഇസ്രായേൽ ബോംബിട്ടപ്പോഴത്തേക്കും അവന്മാരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇസ്രായേൽ ബോംബിട്ടത്. അല്ലാതെ ഈ കാറിനകത്ത് ഇവന്മാർ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ മുഴുവനും അതിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു, ഈ ടാങ്കറിനകത്ത്, ഈ തീവ്രവാദികൾ. അത് പൊട്ടിത്തെറിച്ചിട്ട് അവന്മാരുടെ ആയുധം തന്നെയാണ് പൊട്ടിത്തെറിച്ച് എന്ത് ചെയ്തത്? അവിടെ ഉണ്ടായിരുന്നവരെ കൊന്നുകളഞ്ഞത്. അല്ലാതെ ഇസ്രായേലിന്റെ യാതൊന്നും തന്നെ ഇസ്രായേലിന്റെ യാതൊരു തരത്തിലുള്ള നീക്കമോ ബോംബിടലോ ഇസ്രായേലിന്റെ മിസൈലുകളോ ഒന്നും പോയി അവിടെയുള്ള ജനങ്ങളെ കൊന്നിട്ടില്ല. ഇവന്മാരുടെ ആയുധം തന്നെ അത് ഇസ്രായേൽ അവസാനം എന്ത് ചെയ്തു? ഈ തീവ്രവാദികളുടെ സംഘങ്ങൾ തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർ തമ്മിൽ സംസാരിക്കുന്ന ഫോൺ കോളുകൾ പോലും ഇസ്രായേൽ ട്രേസ് ചെയ്ത് കൃത്യമായിട്ട് വിവരങ്ങൾ കൈമാറുകയാണ് ചെയ്തത്. ലോകത്തിന് മുമ്പിൽ ഇതൊക്കെ പറഞ്ഞിട്ട് ഓൾ ഐസ് ഓൺ റാഫ. അതെ, കഴിഞ്ഞ ദിവസം നൈജീരിയയിൽ കൂട്ടാക്രമണം നടക്കുകയാണ് ചെയ്തത്. ബോക്കോറാം തീവ്രവാദികൾ നൈജീരിയയിൽ കൂട്ടാക്രമണം നടത്തി ക്രിസ്ത്യാനികൾ മുഴുവനും അവിടുന്ന് പലായനം ചെയ്യുകയാണ്. ഒരുത്തൻ പോലും എന്ത് ചെയ്തിട്ടില്ല? അത് ലോകത്തോട് പറഞ്ഞിട്ടില്ല. ഒറ്റ മാധ്യമങ്ങൾ പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം 2 ദിവസമേ ആയിട്ടുള്ളൂ. ഈ ബോക്കോ ഹറാം തീവ്രവാദികൾ അവിടെയുള്ള ക്രിസ്ത്യാനികളെ പെൺകുട്ടികളെ മുഴുവൻ 288 പെൺകുട്ടികളെ ബോക്കോ ഹറാം തീവ്രവാദികൾ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന ക്രിസ്ത്യൻ പെൺകുട്ടികൾ 287 പേരെ. എടാ നാണംകെട്ട ക്രിസ്ത്യാനിയെ, എടാ ചെറ്റകളെ, നീയൊക്കെ എന്തെങ്കിലും ഒരു ദിവസം ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗത്തോടെങ്കിലും കാണിയില്ലടാ കൂറ്. എന്നെങ്കിലും ഒരു ദിവസം നീയൊക്കെ നിന്റെ ഹാഷ്ടാഗിനകത്ത് നൈജീരിയയിലെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടോ? ക്രിസ്ത്യാനിക്ക് ഒരു അവത്തെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടോ? എന്തിന്? കേവലം ഇസ്രായേലിന് വേണ്ടി സംസാരിക്കാൻ പോലും നിനക്കൊന്നും കഴിയുന്നില്ല. പിന്നെ നിന്റെ വർഗത്തോട് നീ എങ്ങനെ സംസാരിക്കും? അപ്പോൾ ഇതാണ് അജണ്ട എന്ന് പറയുന്നത്, പ്രൊപ്പഗണ്ട അജണ്ട എന്ന് പറയുന്നത് ഇതാണ്. കൂട്ടക്കരച്ചിൽ കരഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് വരുന്നു. ഒരു മിനിറ്റ്, എനിക്ക് കയറട്ടെ. അവന്മാര് തന്നെ അടിക്കും, അവന്മാര് തന്നെ കരയും, അവന്മാര് തന്നെ ലോകം മുഴുവനും കരഞ്ഞ് നിലവിളിക്കും. ഇത് അങ്ങ് പൊട്ട ക്രിസ്ത്യാനി മുഴുവനും എന്ത് ചെയ്യും? കൂട്ടക്കരച്ചിലിന് കൂട്ടുനിൽക്കും. അച്ഛന്മാര്, പള്ളിയിലെ അച്ഛന്മാര്, പുരോഹിതന്മാര്, കന്യാസ്ത്രീമാര്, പാച്ചർമാര് എന്ന് പറയുന്നവനെല്ലാം തന്നെ കൂട്ടക്കരച്ചിലിന് കൂട്ടുനിൽക്കും. അപ്പോൾ ഇതൊരു പ്രൊപ്പഗണ്ട ബേസ്ഡാണ്. നിങ്ങളൊന്നും അറിയുന്നില്ല. 288 കുഞ്ഞുങ്ങളാണ് നൈജീരിയയിൽ എന്ത് ചെയ്തത്? ബന്ദികളാക്കപ്പെട്ട് വെച്ചിരിക്കുന്ന പെൺകുട്ടികൾ. 1ഉം 2ഉം കുട്ടികളല്ല, 288 പെൺകുട്ടികളാണ് നൈജീരിയയിലെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ബന്ദികളാക്കി വെച്ചിരിക്കുന്നത്. കൊണ്ടുപോയിട്ട് ആ വൃത്തികെട്ടവന്മാർ അവിടെ ഇട്ട് ബലാത്സംഗത്തിന് ഇരയാക്കുകയാണ് ഈ പെൺകുട്ടികളെ. യുണൈറ്റഡ് നേഷൻസ് കരഞ്ഞോ? അമേരിക്ക കരഞ്ഞോ? അതോ റാഫേലെ കുഞ്ഞുങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് റാഫേലെ തീവ്രവാദികൾ നടത്തുന്ന ആക്രമണത്തിനകത്ത് റാഫേലെ തീവ്രവാദികൾ കൊന്നൊടിച്ച് അവരെ റാഫേലുള്ള തീവ്രവാദികൾ തന്നെ അവിടെയുള്ള ജനങ്ങളെ കുരുതിക്ക് കൊടുക്കുന്നതിനോർത്ത് ഇസ്രായേലിന്റെ തലയിൽ വെടിച്ചു കെട്ടിയിരുന്ന് കരയുകയല്ലാണോ? ഏതവനെങ്കിലും ഇരുന്നു കൊണ്ട്
ഇവരെ ഓർത്ത് കരയുന്നുണ്ടോ? ക്രിസ്ത്യാനികളെ ഓർത്ത്? നിങ്ങൾ ചോദിക്കില്ല, നിങ്ങൾ പറയത്തില്ല, നിങ്ങൾ കരയത്തില്ല എന്നുള്ളത് ഈ തീവ്രവാദികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഈ തീവ്രവാദികൾ എന്ത് ചെയ്യുന്നത്? കൂട്ടക്കരച്ചിൽ. അവന്മാർ തന്നെ അടിക്കും, അവന്മാർ തന്നെ കരയും. ലോകം അത്രത്തോളം ഇവന്മാരുടെ കൈവെള്ളയിൽ ഇവന്മാരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് നിന്ന് കൊടുക്കുമെന്നുള്ളത് അവന്മാർക്ക് മനസ്സിലായി. എന്ത് തോന്നിവാസം കാണിച്ചാലും എന്ത് ചെറ്റത്തരം കാണിച്ചാലും ഒരു ക്രിസ്ത്യാനിയും ചോദിക്കാൻ പറയാനും വരില്ല. ഞങ്ങൾക്കൊപ്പം തന്നെയായിരിക്കും, ഞങ്ങളുടെ തോന്നിവാസങ്ങൾക്കൊപ്പം തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരത് മനസ്സിലാക്കി വെച്ചിരിക്കുക. പോരാത്തതിന് വേറൊരു സത്യം അറിയണോ? കാനഡയിൽ 5000 പലസ്തീനികളെ റെഫ്യൂജികളാക്കി സ്വീകരിക്കാൻ ജസ്റ്റിൻ ട്രൂഡോ തീരുമാനമെടുത്തപ്പോൾ ഇപ്പൊ കാനഡയിൽ ഉള്ള ജനങ്ങൾ അടിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുക. കാനഡയിലുള്ള ക്രിസ്ത്യാനികൾ എതിർത്ത് നിൽക്കുകയാണ്, പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. കാനഡയിലുള്ള ക്രിസ്ത്യാനികൾ എന്തുവാ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പം കാനഡയിലുള്ള ഇസ്ലാം ജിഹാദികൾ അവർക്കെതിരെ എഴുന്നേറ്റിരിക്കുക. ഇപ്പൊ കാനഡ തമ്മിലടിക്കുക ഈ കാര്യം പറഞ്ഞുകൊണ്ട്. കാനഡയ്ക്കകത്ത് ഇപ്പൊ വലിയൊരു പ്രശ്നം നടക്കും. സുനിൽ ബ്രദറെ, അതേ ദുഷ്ടൻ പിശാച് ബോഷ്കിന്റെ അപ്പനുമാണ്. അതുകൊണ്ടാണല്ലോ ദൈവവചനം പറയുന്നത്, സത്യത്തെ നിലത്ത് തള്ളിയിട്ടവനവന്റെ കാര്യം സാധിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തെ നിലത്ത് തള്ളിയിട്ടിട്ട് അവനവന്റെ കാര്യം സാധിച്ചെടുക്കുമെന്ന് പറഞ്ഞത് ചുമ്മാതെയാണോ? ഇപ്പൊ കാനഡയിൽ ക്രിസ്ത്യാനിയും ഇസ്ലാമും തമ്മിൽ അടിക്കുക. ഇപ്പം അവിടെ അടിയുണ്ട്. അവസാനം ക്രിസ്ത്യാനിയെ അടിയോട് ജാഗത്തുള്ളൂ. അവൻ ജാഗത്തൊന്നുമില്ല, അവൻ ജയിച്ച് മുന്നോട്ട് കയറിപ്പോകും. പ്രൊപ്പഗണ്ട ലോകം. അയ്യോ ജനനേ, 75 ഇവന്മാരുടെ കൈവെള്ളയിൽ ലോകം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ്? ഞാൻ എപ്പോഴും ചിന്തിക്കുകയാണ്, മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയുമായിരിക്കുന്നവൻ ഇവന്മാർക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്ത് നടത്തുന്ന വീഡിയോകള്, വാർത്തകള്, ഇതെല്ലാം കാണുന്ന സമയത്ത് ഞാൻ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഒരു കണ്ണിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഇന്ന് സാരി ഉടുത്ത് ചിരിച്ചും പാന്റും ഷർട്ടും ഇട്ട് ചിരിച്ചും ഇവന്മാർക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിഷായെയും അതുപോലെ തന്നെ മാധുവിനെയും, അവിടെ പേരെന്തുവാ, സ്മൃതിയെയും, പിന്നെ വേറൊരുത്തി ഉണ്ടല്ലോ ഷാനി പ്രഭാകരെ എല്ലാം നാളെ അപ്പിക്കുപ്പായത്തിൽ കാണേണ്ട ഗതികേട് വരുത്തോ എന്ന് പറഞ്ഞിട്ട് ഇവളുമാരെല്ലാം ഇരുന്ന് പോസ്റ്റ് ചെയ്ത് ആർക്ക് വേണ്ടി കരയുക? ഇസ്ലാം തീവ്രവാദികൾക്ക് വേണ്ടി കരയുമ്പോൾ ഈ വൃത്തികെട്ടവന്മാർക്ക് അറിയത്തില്ലേ ലോകം ഭയാനകതയിൽ പോകുകയാണ്? എന്റെ ഇസ്രായേലിൽ മരിച്ചു വീണ കുഞ്ഞുങ്ങളല്ലേ? ഇന്നും ആ ബന്ദികൾക്ക് വേണ്ടി ഒറ്റൊരുത്തൻ വായി തുറക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഇസ്രായേലില് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളായ പെൺകുട്ടികളെ കൊണ്ടുപോയി ഇവന്മാർ നടത്തിയ വൃത്തികേടുകളും ആഭാസങ്ങളും വരെ ഇസ്രായേൽ പുറത്തുവിട്ടു. എന്നിട്ടും ആരാ ഉള്ളത് ഇസ്രായേലിന് വേണ്ടി സംസാരിക്കാൻ? ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ തിരിച്ചു കൊണ്ടെന്ന് പറയാൻ ഒരു നാറികളുണ്ടോ? ഇല്ല. ഇപ്പോഴും റാഫയെ ഓർത്ത് കരയുക. എന്താണ് ഈ റാഫയ്ക്കകത്ത് റാഫയിലുള്ള ജനതയെ കൊന്നൊടുക്കിയത് പോലും അവന്മാർ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ച ആയുധങ്ങളാണ് അവന്മാരെ കൊന്നൊടുക്കിയത്. തനിക്ക് തന്നെ കെണിയും കുടുക്കും ഉണ്ടാക്കി വെച്ചിരിക്കുക വൃത്തികെട്ടവന്മാര്. ജനമേ ഉണർന്ന് ജാഗരിക്കുക. എനിക്ക് ഈ ഭയാനകത ഇത്ര മാത്രമേ നിങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചു തരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അറിയുന്നില്ല ലോകം പോകുന്ന പോക്ക് എവിടേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജാഗരിക്കണമെന്ന് പറഞ്ഞത് ജീവിക്കാൻ വേണ്ടി ഇനി ജാഗരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഇനി ജീവിക്കാൻ വേണ്ടി ജാഗരിച്ചിട്ട് കാര്യമില്ല പ്രിയ സഹോദരങ്ങളെ. മോഹൻ ഇപ്പോൾ സെലിബ്രിറ്റീസ് ജിഹാദീസ് കൂടെ, അതെ മോഹൻ ജിഹാദിന്റെ കൂടെ നിൽക്കുന്നത് സെലിബ്രിറ്റികളാണ്. മനസ്സിലായോ? സെലിബ്രിറ്റികളെ നിർത്തിക്കൊണ്ടാണ് ഇവന്മാർ എന്ത് ചെയ്യുന്നത്? മോഹൻ ജിഹാദ് നടത്തുന്നത്. ഇപ്പോൾ സെലിബ്രിറ്റികൾ മോഹൻ തുടങ്ങുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? സെലിബ്രിറ്റികൾ മോഹൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവന്മാർക്ക് മനസ്സിലാകും, സെലിബ്രിറ്റികൾ മോഹൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാർ സാധാരണക്കാരെ ഇറക്കി വിടാൻ എളുപ്പമായിരിക്കും. കണ്ടോ, സെലിബ്രിറ്റികൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എന്തുവാ തീട്ടം മമ്മൂട്ടിയും തീട്ടം ദുൽഖർ സൽമാനും. ഈ ചെറ്റകളെ കൈ കിട്ടിയവനുണ്ടല്ലോ, നമ്മുടെ മുറിയണ്ടി വെട്ടിയെടുക്കണം പച്ചയ്ക്ക് നിർത്തിയിട്ട് ചെറ്റകളെ. ആ ദുൽഖർ സൽമാന്റെ ആണെങ്കിലും ശരി, ആ മമ്മൂട്ടിയുടെ ആണെങ്കിലും ശരി, ഇവന്മാരുടെ മുറിയണ്ടിയെ പച്ചയ്ക്ക് നിർത്തി വെട്ടി അരിഞ്ഞെടുക്കണം ചെറ്റകളെ. ഈ നാണം കെട്ടവന്മാരുടെ മനസ്സിലായോ? ഈ തെമ്മാടികൾ ഈ മതത്തിനകത്ത് ജീവിച്ചിട്ട് ഈ സത്യത്തിനും നീതിക്കും വിനോദമായിട്ട് ഈ വൃത്തികെട്ടവന്മാർ സംസാരിക്കുമ്പോഴത്തേക്കും പിടിച്ചു വെച്ച് മുറിയണ്ടിയെ മൊത്തത്തിൽ വെട്ടിയെടുത്തേക്കണം. ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഈ പിടാപ്പാട് മുഴുവനും പെടുന്നത്. അവിടെ മേളിൽ പോയി 72 ഊറിമാരുടെ കൂടെ കടന്ന് സ്വല്ലഭിക്കാൻ വേണ്ടിയിട്ട്.
നാട്ടിലുള്ള പാവം പിടിച്ച ജനങ്ങളെ മുഴുവനെയും കുരുതിക്ക് കൊടുത്തിട്ട് ചെറ്റകൾ. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അങ്ങ് കരച്ചില്ല അവന്മാര്, ഒരു ഉളുപ്പുമില്ലാതെ. ഹമാസ് പിന്നെ റാഫേൽ ജനങ്ങൾക്ക് വേണ്ടി കരയുന്നു, റാഫേൽ ജനങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ കിടന്നിട്ട്. നേതന്മാരെല്ലാം ഒന്നാണ്, പക്ഷെ ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും ഒന്നാകില്ല. കാരണം മോങ്ങൽ ജിഹാദ് അവന്മാർക്ക് കൂട്ടമായിട്ട് ചെയ്യാനറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കാൻ പോകുകയാണ് എനിക്ക് മനസ്സിലാകുന്നത്. ലോകം നിങ്ങളുടെ കൈവെള്ളയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ക്രിസ്ത്യാനിയെ നീ മനസ്സിലാക്കിയോ? എടാ ഹിന്ദുവേ, വിവരം കെട്ടവനെ നീ മനസ്സിലാക്കിയോ? നിന്റെ അമ്മയും പെങ്ങളെയും കൂട്ടിക്കൊടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ ഒത്താശ പിടിച്ച് കിടക്കുന്നത്. എത്ര അഴിഞ്ഞാട്ടവുമായ ആഭാസവുമായ അതെ, റാഫയ്ക്ക് വേണ്ടി കരയുന്ന എല്ലാ തീട്ടങ്ങളും സാത്താൻ അനുകൂലികളാണ്. അല്ലാത്ത ഒരുത്തിനും റാഫയ്ക്ക് വേണ്ടി കരയത്തില്ല. കാരണം റാഫേൽ ഒരു കുറ്റവും ആര് ചെയ്തിട്ടില്ല, ഇസ്രായേൽ ചെയ്തിട്ടില്ല. റാഫേൽ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി അവന്മാര് വെച്ച ബോംബ് തന്നെയായിരുന്നു അത്. റാഫേൽ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി നിറയെ ബോംബുകൾ സജ്ജീകരിച്ചുകൊണ്ട് ഇവന്മാരെന്ത് ചെയ്തു, അവിടെ വെച്ചിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഒരു 2 സ്റ്റോപ്പ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ ഞാൻ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ റാഫേല് ഇസ്രായേൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. റാഫേൽ 2 തീവ്രവാദികളും മറഞ്ഞിരിക്കുന്ന ബിൽഡിങ്ങിന് ഇസ്രായേലിന് ഇവന്മാർക്ക് ഒന്നേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തീവ്രവാദികളാണ് മറഞ്ഞിരിക്കുന്നത്, തലപ്പത്തിരിക്കുന്ന തീവ്രവാദികളാണ് മറഞ്ഞിരിക്കുന്നത്. അവന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ എന്ത് ചെയ്തു, റാഫേൽ അവന്മാരിരിക്കുന്ന സ്ഥലം നോക്കിയിട്ട് ഇസ്രായേൽ എന്ത് ചെയ്തു, മിസൈൽ അയച്ചതാണ്. ഇസ്രായേൽ അങ്ങനെ മിസൈൽ അയച്ചപ്പോഴത്തേക്കും ആ മിസൈലിന്റെ ആ ബിൽഡിങ്ങിന്റെ താഴെയാണ് ഇവന്മാർ ഒരു സെറ്റ് ബോംബുകളും അതും ഇതും വണ്ടി നിറച്ചും ഇസ്രായേലിനെ തകർക്കാനുള്ള ആയുധങ്ങൾ ഈജിപ്തിൽ നിന്നും വരുത്തിച്ച ആയുധങ്ങൾ മുഴുവൻ ശേഖരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പോലും ഈ റാഫേൽ ഇരുന്നു കൊണ്ട് 12 മിസൈലുകളാണ് ഇസ്രായേലിനോട്ട് ഒക്കെ അയച്ചത്. എന്തേ ഒരുത്തിനും പറയാൻ നിർവാഹമില്ലേ? എന്തേ ഒരുത്തിനും പറയാൻ വയ്യേ? ഇതൊന്നും സംസാരിക്കാൻ ഒരുത്തിനും വയ്യേ? 12 മിസൈലുകൾ കഴിഞ്ഞ ദിവസം റാഫേലിൽ നിന്നും ഇസ്രായേലിലോട്ട് അയച്ചിരിക്കുന്നു, യെരുശലേമിന് ടെൽ-അവീവിനെ നോക്കിയേക്കാൻ. അപ്പോൾ അവന്മാർ ഇസ്രായേലിനെ തകർക്കാനുള്ള, ഇസ്രായേൽ മൗനം പേടിച്ച് മിണ്ടാതിരുന്ന് പിൻവാങ്ങിപ്പോയാലുണ്ടല്ലോ ഇവന്മാർ തലയ്ക്കകത്ത് കയറിയിരുന്ന് അങ്ങ് നരങ്ങും. അപ്പൊ ലോകരാജ്യങ്ങൾ അത്രയ്ക്ക് മൂങ്ങുന്നവന്മാരെ വിളിച്ചിട്ട് പോടാ ഈ ചെറ്റകളെ, ഈ തെണ്ടികളെ. ഈ പലസ്തീൻ എന്ന് പറഞ്ഞ രാസയ്ക്കകത്ത് വേണ്ടിയിട്ട് കരയുന്ന ചെറ്റകളെയും വിളിച്ചോണ്ട് പോയിക്കോ. അത്രയ്ക്കും ഞാനൊന്ന് പുറത്തേക്ക് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ വിളിച്ചിട്ട് പോയിക്കോ. ഹമാസ് തീട്ടങ്ങളെല്ലാം ചാകണം. പലസ്തീനിൽ നല്ലതെന്ന് പറഞ്ഞ കരയാൻ ഒരുത്തനുമില്ല. നിങ്ങൾ അങ്ങനെ പലസ്തീന്റെ കുഞ്ഞുങ്ങളെന്നോ പലസ്തീനുടെ പാവപ്പെട്ട സാധാരണക്കാരനാണെന്ന് പറഞ്ഞു ഒരുത്തിനെ ഓർത്തും കരയേണ്ട കാര്യമില്ല. ഈ നല്ലതെന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെയും തലച്ചോറിനകത്തൊന്നും യഹൂദനോട് കരുണയോ സ്നേഹമോ ക്രിസ്ത്യാനിയോട് കരുണയോ സ്നേഹമോ ഒന്നുമില്ല. നിങ്ങൾ അവന്റെയൊക്കെ തലച്ചോറിനകത്തിരിക്കുന്നത് മുഴുവനും നിങ്ങളൊക്കെ കാഫറുകളാണ്. കാഫറുകളുടെ വിലയും നിലയും എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം KT ജലീൽ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ടായിരുന്നു. ആ വൃത്തികേട്ടവും പറയുന്നത് എന്താണെന്നറിയാമോ? അമുസ്ലിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല, അല്ലാഹുവിന്റെ ഒരു പാലം കടന്നു പോകണം പോലെ, അത് അമുസ്ലിങ്ങൾ കടക്കത്തില്ല പോലെ. അപ്പൊ അതിനർത്ഥം എന്താണ്? അമുസ്ലിങ്ങളെയൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആരും സഹകരിക്കണ്ട. അവരെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പാടുപെടേണ്ട. സോറി കേട്ടോ, ഞാന് എർദോഗാൻ ആഹ്വാനം ചെയ്യുകയാണ് ഇസ്രായേലിന് നേരെ അണിനിരക്കാൻ ലോകരാജ്യങ്ങളോട്. അയ്യോ, ഇവന്മാരെ എല്ലാവന്മാരും ഒറ്റക്കെട്ടായിട്ട് ഇനി വരുമെന്നേ. ഇസ്രായേലും രണ്ടും കൽപ്പിച്ച് ഇനി മുന്നോട്ട് പോവുകയാണ്. ഇനി ഇസ്രായേൽ രാജ്യത്തിന് സമാധാനത്തോടെ ജീവിക്കാൻ വിട്ട
ഇസ്രായേലിനെ ജീവിക്കാൻ വിട്ടാൽ ഇസ്രായേൽ മിണ്ടാതിരിക്കും. ഇല്ല, ഇനി ഇസ്രായേലിനെ തകർക്കാനാണ് ഈ ലോകരാജ്യങ്ങളുടെ എല്ലാം ഉദ്ദേശമെങ്കിൽ ഒരെണ്ണത്തിനെ പോലും ഇസ്രായേൽ ഇനി മിച്ചം വെച്ചിട്ട് ഇസ്രായേൽ പോകത്തില്ല. കാരണം അവരുടെ ശേഷിപ്പുകളെ മുഴുവനും ഇവന്മാർ കൊന്നൊടുക്കി കളഞ്ഞു. ഇസ്രായേലിന് ഒരു ശേഷിപ്പ് പോലും ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ഓടി നടന്ന് ഇസ്രായേലിനെ ഇവന്മാർ എന്ത് ചെയ്തു? ആക്രമിച്ച് കൊല്ലാക്കൊല ചെയ്ത് ഇസ്രായേലിനെ മുഴുവനെയും മുച്ചൂട് മുടിക്കാൻ വേണ്ടിയിട്ട് ഇത്ര കാലവും പാടുപെട്ടു. ഈ 2000 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഇസ്രായേൽ തങ്ങളുടെ രാഷ്ട്രത്തിലേക്ക് മടങ്ങി വന്നത്. 2000 വർഷമായിട്ടും യഹൂദൻ അലയുകയാണ്. 2000 വർഷം സ്വന്തം രാജ്യത്തിലേക്ക് കടക്കാൻ പറ്റാതെ യഹൂദന്മാർ പാടുപെടുകയാണ്. എടാ കൃത്യകെട്ടവന്മാരെ, എടാ ചെറ്റകളെ, എടാ ക്രിസ്ത്യാനി എന്ന് പറയുന്ന നശിച്ച വർഗമേ, എടാ നാണം കെട്ടവന്മാരെ, എടാ മനസാക്ഷിയില്ലാത്തവന്മാരെ, എങ്ങനെയാടാ നിനക്കൊക്കെ ഇത്രയും മനസാക്ഷിയില്ലാത്തവന്മാരായി ജീവിക്കാൻ പറ്റുന്നത്? ചെറ്റകളെ, എടാ ചെറ്റകളെ, ക്രിസ്ത്യാനി എന്ന് പറയുന്ന പന്ന ചെറ്റകളുണ്ടല്ലോ, പാസ്റ്റർമാരും പുരോഹിതന്മാരെന്ന് പറയുന്ന വൃത്തികെട്ടവന്മാരെയെല്ലാം കാളാമണ്ടം വെട്ടി കണ്ടം വഴിക്ക് അടിക്കണം ചെറ്റകളെ. എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ, കൈ കിട്ടിയാലുണ്ടല്ലോ ഈ ചെറ്റകളെല്ലാം കാളാമണ്ടം വലിച്ചു കെട്ടി കൈ കെട്ടി കഴിഞ്ഞാൽ അടിക്കണം. കാരണം ഇവന്മാർ എടുത്തു വെച്ചുകൊണ്ട് പ്രസംഗിച്ച് പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾ യഹൂദന്മാരുടെ ദൈവത്തെയും യഹൂദന്മാരുടെ ദൈവവചനത്തെയും അതിന്റെ ബൈബിളും കയ്യിലെടുത്ത് വെച്ചിട്ടാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്മാർക്ക് അറിയത്തില്ലേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യഹൂദന്റെയാണെന്ന്? 2000 വർഷങ്ങളായിട്ടും ആ ജനതയ്ക്കും രാജ്യം മടക്കി കിട്ടാതെ അവർക്ക് അലയുകയാണെന്നുള്ളത് അറിയത്തില്ലേ? അവർ എവിടെയെല്ലാം കിടന്ന് പീഡിപ്പിക്കപ്പെട്ടു, എവിടെയെല്ലാം അവർ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് മുച്ചൂട് മുടിച്ചു കളയാൻ വേണ്ടിയിട്ട് പാടുപെട്ടു ഈ ഇസ്രായേൽ ജനത്തെ മുഴുവനെയും. എന്നിട്ടും ദൈവത്തിന്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇസ്രായേൽ ഇന്ന് സ്വന്തം ദേശത്തിലേക്ക് മടങ്ങി വന്നത്. എന്നിട്ട് പോലും ഒരു ചെറ്റകളും എന്ത് ചെയ്യുന്നില്ല, ഇസ്രായേലിന് വേണ്ടി സംസാരിക്കാനില്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേരിലുള്ള അച്ഛനോ ആണെങ്കിലും ശരി, ഏത് തെമ്മാടിയാണെങ്കിലും ശരി, സകല പുരോഹിതന്മാരോടും സകല ചെറ്റകളോടും ഇവിടെ നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനൊന്നും അപലപിച്ചുകൊണ്ട് ഒരുത്തനുമില്ല പറയാനായിട്ട്. ഹമാസ് പോരാളികളെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലെ കണ്ട കൊങ്ങികളും കമ്മികളെല്ലാം കൂട്ടമായിട്ട് കയറി ഹമാസ് പ്രേമികളും പോരാളികൾക്കും വേണ്ടിയിട്ട് കൊടി ഉയർത്തപ്പോൾ പോലും ഈ ചെറ്റ അച്ഛന്മാരും പുരോഹിതന്മാരും കൂടി ചേർന്നുകൊണ്ട് ഈ ക്രിസ്ത്യാനി സമൂഹത്തെ മുഴുവനും അതേ കമ്മികൾക്കും കൊങ്ങികൾക്കും ആ വോട്ടിട്ട് കൊടുത്തത് എന്തിനാ? രാഷ്ട്രീയ കച്ചവടം. രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കൊടുപ്പുകാരന്മാർക്ക് വേണ്ടിക്കൊണ്ട് വോട്ടിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു മടിയുമില്ലാത്ത പുരോഹിത വർഗത്തെയും ഒരു മടിയുമില്ലാത്ത എന്താ പറയാ പാസ്റ്റർ വർഗത്തെയുമാ നിങ്ങൾ കാണുന്നത്. ഈ കൂട്ടിക്കൊടുപ്പുകാരന്മാരെ കൈ കിട്ടിയാലുണ്ടല്ലോ, ഈ കൂട്ടിക്കൊടുപ്പുകാരന്മാരെ കൈ കിട്ടിയാലുണ്ടല്ലോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ആപത്ത് വലുതാണ്. തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. കേവലം 0.2% വരുന്ന ഒരു യഹൂദന് ജീവിക്കാൻ ഈ ഭൂലോകത്ത് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇവന്മാരുടെ അടുത്ത് നിങ്ങൾക്ക് എങ്ങനെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ലോകം കൺകെട്ട് വിദ്യയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ആഭിചാരം കൊണ്ട് ഈ ലോകത്തെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാ. എടാ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലെ യഹൂദൻ എന്ന് പറയുന്നവൻ കേവലം 0.02% വരുന്ന ജനസംഖ്യ. അവരെപ്പോലും തുടച്ചു നീക്കണമെന്ന് ഇവന്മാർ പറയണമെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കരയുകയും അയ്യോ ന്യൂനപക്ഷം മതം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് മുസ്ലിമിന് വേണ്ടി കരയുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ ന്യൂനപക്ഷം എന്നുള്ള പേരിൽ മുസ്ലിമിന് വേണ്ടി കരയുന്നു. അപ്പോൾ ലോകം മുഴുവനും ന്യൂനപക്ഷമായിരിക്കുന്ന യഹൂദന് വേണ്ടി എന്ത് ചെയ്തു? അവനെ ജീവിക്കാൻ വിടണ്ടേ? അവനെ സംരക്ഷിക്കണ്ടേ? എന്നാ പിന്നെ റാഫയിൽ നിന്നും പിടിച്ചോണ്ട് പോയിരടാ വിവരം കെട്ടവന്മാരെ. റാഫയിൽ നിന്നും വിളിച്ചോണ്ട് ചെറ്റകളെയൊക്കെ. അത്രയ്ക്ക് നിങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന മുസ്ലിങ്ങളോട് പ്രീണനം കൂടുതലാണെങ്കിൽ ഈ ചെറ്റകളോട് ഇവന്മാർ ന്യൂനപക്ഷമാണ് ഇവിടെ. ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവന്മാർ ന്യൂനപക്ഷമാണ്. ലോകത്തിന് ഏറ്റവും വലിയ ശക്തിയായിട്ട് അവന്മാർ വളർന്നു കഴിഞ്ഞു. എന്നിട്ടും ന്യൂനപക്ഷത്തിന്റെ പേരിലുള്ള ആനുകൂല്യവും പ്രീണനം മുഴുവനും വാങ്ങിച്ചെടുക്കുന്നത് മുഴുവനും ഈ വൃത്തികെട്ടവന്മാരാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെന്തുവാ ഇവിടെ? എന്താ നടക്കുന്നത്? നിങ്ങൾ വല്ല അറിയുന്നുണ്ടോ ലോകത്ത് എന്താ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്? ജസ്റ്റ് ലൈക്ക് ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ. അതെ മെൽവിൻ ജോസഫ് ബ്രദറെ, അത് തന്നെയാണ് നടക്കുന്നത്. യഹൂദനയുമാർക്ക് തുടച്ചു നീക്കണം. യഹൂദന്മാരെ മുച്ചൂട് മുടിച്ചു കളയണം. അതിന് ലോകരാജ്യങ്ങളെല്ലാം കൈകോർക്കുകയെ ഇപ്പൊ നിന്നുകൊണ്ട്.
കാരണം ഇവന്മാര് മുഴുവനും ഈ ആഭിചാരത്തിന്റെ കെട്ടുകളിൽ മുഴുകിക്കിടക്കുന്നത് പോലെ ഈ സാത്താൻ കുട്ടികൾ കൂട്ടക്കരച്ചിൽ കരയുമ്പോഴത്തേക്കും അവന്മാർക്കൊപ്പത്തിന് അങ്ങ് നിൽക്കുക. മനസ്സിലായോ? ഈ സാത്താൻ കുഞ്ഞുങ്ങൾ മുഴുവനും കൂട്ടക്കരച്ചിൽ നടത്തുമ്പോൾ ഈ സാത്താൻ കുഞ്ഞുങ്ങൾക്ക് മുഴുവനും ഒപ്പം നിൽക്കുകയാണ്. ഒരുത്തിന് പോലും ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന യഹൂദന് വേണ്ടി സംസാരിക്കാൻ നേരമില്ല. ഒരുത്തിന് പോലും ന്യൂനപക്ഷമായിരിക്കുന്ന യഹൂദന് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരുത്തിന് പോലും വയ്യ. പിന്നെയോ ഈ ഭൂരിപക്ഷമായിരിക്കുന്നവന്മാരെയെല്ലാം അതത് രാജ്യങ്ങളിൽ പോറ്റി പുലർത്താൻ വേണ്ടി പെടാപ്പാട് പെടുക. കഴിഞ്ഞ ദിവസം ഒരു കാര്യം അറിഞ്ഞോ നിങ്ങള്? അമേരിക്ക ഗാസയുടെ അതിർത്തിയിൽ കൊണ്ടുപോയിട്ട് എന്ത് വെച്ചിരിക്കുക? ഇവന്മാർക്ക് ആഹാരം കൊടുക്കാനും ഇവന്മാർക്ക് ആഹാരവും വസ്ത്രവും അതും ഇതും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് $500 മില്യൺ ചെലവാക്കി. ഒന്നും രണ്ടും അല്ല, $500 മില്യൺ. $500 മില്യൺ ചെലവാക്കിയിട്ടാണ് ഗാസയില് കപ്പൽ സംവിധാനം വന്ന് ഇറങ്ങാനും അതുവഴിക്ക് കപ്പൽ ഇത് വരും, കടലിൽ വന്നിറങ്ങും. ആ കപ്പലിൽ നിന്ന് കരയിലോട്ട് സാധനം കൊണ്ടുവരാൻ കടലിനകത്തുകൂടി അവന്മാരൊരു തീരം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിട്ടിട്ടുണ്ട്. തീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാലം പോലെ, നമ്മൾ ചങ്ങാടം എന്ന് പറയത്തില്ലേ, ചങ്ങാടം. ഈ ചങ്ങാടം പോലെ കടലിനകത്ത് തന്നെ ഉണ്ടാക്കിയിട്ടു. അതുവഴിക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവന്മാർക്ക് അമേരിക്ക ഈ തീവ്രവാദി കുഞ്ഞുങ്ങൾക്കെല്ലാം ഫുഡ് കൊടുക്കുക. നശിച്ച വർഗമേ, നീയൊക്കെ എന്നും നന്നാകും. തീവ്രവാദികളെ തീറ്റിപ്പോറ്റുക, തീവ്രവാദികൾക്ക് പാലും ചോറും കൊടുക്കുക, തീവ്രവാദികൾക്ക് തേൻ കൊടുക്കുക. തീവ്രവാദികൾ കാണിക്കുന്ന തെമ്മാടിത്തരം ലോകം അറിയുന്നില്ല. തീവ്രവാദികൾ കാണിക്കുന്ന തെമ്മാടിത്തരം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന്റെ പറമ്പിൽ മറച്ചു വെക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യും തോറും തീവ്രവാദികൾ വളരുകയല്ലേ? തീവ്രവാദികളെ തീറ്റിപ്പോലറ്റുമ്പോഴും തീവ്രവാദികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പോഴും തീവ്രവാദികൾ അഴിഞ്ഞാടിയപ്പോഴും പോലും കേരളത്തിൽ കമ്മികളും കൊങ്ങികളും നിന്നുകൊണ്ട് ആവേശത്തോടു കൂടി സപ്പോർട്ട് ചെയ്തപ്പോൾ അതിനകത്ത് ഒളിച്ചും മറിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ ക്രിസ്ത്യാനിയും ഹിന്ദുവും കൂടി ചെയ്തവനെ നിന്റെയൊക്കെ കുടുംബത്തിലും നിന്റെയുടെ അമ്മയുടെയും മക്കളുടെയൊക്കെ തലയ്ക്കകത്ത് കൊണ്ട് വാള് വെക്കുകയല്ലേടാ ചെറ്റകളെ നിങ്ങളൊക്കെ ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വന്തം കഴുത്തിന് വാള് വെച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിയും സ്വന്തം കഴുത്തിന്റെ മുമ്പിൽ വാള് വെച്ചിട്ട് ഒരു കൂസലുമില്ലാതിരിക്കുന്ന ഹിന്ദുവുമാണ് ഇന്ന് ഇന്ത്യക്കകത്ത്. അതാണ് ഇന്ന് ലോകം മുഴുവനും. സ്വന്തം കഴുത്തിനകത്ത് സ്വന്തം കഴുത്തിറക്കാനുള്ള വാള് വെച്ചുകൊണ്ടിരിക്കുന്നവന്മാര് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അറിയുന്നുണ്ടോ? ഇവനെ സപ്പോർട്ട് ചെയ്ത് ഈ തുലുക്കന്മാരെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്ന ഓരോരുത്തരും വിചാരിച്ചോ നിന്റെ കഴുത്തിൽ തന്നെ വാള് വെച്ചുകൊണ്ടിരിക്കുകയാ. നിന്നെ വെട്ടാനുള്ള വാള് നിന്റെ കഴുത്തിൽ തന്നെ നീ വെച്ചിട്ടാ നീ സംസാരിക്കുന്നതെന്നുള്ളത് ഓരോരുത്തരും ചിന്തിച്ചോ? ഈ വൃത്തികെട്ടവന്മാർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് നിൽക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിന്റെ കഴുത്തിൽ അതുകൊണ്ട് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക്. മെൽവിൻ ജോസഫ് ബ്രദർ, തീർച്ചയായിട്ടും സൂൺ ദേ വിൽ ബി ബൈറ്റ് ദ ഹാൻഡ് ദേ ഫീഡ്. ചോറ് കൊടുത്ത കൈക്ക് തന്നെ അടി കൊള്ളാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. ഇത് തന്നെയാണ് ലോകം ഇതുവരെയ്ക്കും നൽകിയ പാഠം. അത് മനസ്സിലാക്കാതെ പോകുന്നവൻ ഇനിയും കാത്തിരുന്ന് അടി മേടിക്കുമ്പോൾ പഠിച്ചോളും. മനസ്സിലായോ? ആർക്കും ഒരു ദ്രോഹത്തിനും പോകാതെ, ആരെയും ഒരു വീതിയിലും ദ്രോഹിക്കാതെ, തങ്ങളുടേതായ സംഭാവനകൾ മുഴുവനും ലോകത്ത് കൊടുത്തിട്ട്, ലോകത്തിന് സമ്പത്തും സമൃദ്ധിയും കൊടുത്ത്, ലോകത്തെ പോഷിപ്പിച്ച്, ലോകത്തെ തൃപ്തിപ്പെടുത്തി, അവർക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹവും മാത്രം കൊടുത്തോണ്ടിരിക്കുന്ന യഹൂദന്മാരെ തിരിച്ച് കണ്ണെടുത്താ കണ്ടൂടാ അസൂയ മൂത്തവന്മാർക്ക്. തങ്ങളുടെ സമ്പത്ത് മുഴുവനും തങ്ങൾ ലോകത്തിന് വേണ്ടിയിട്ടുള്ള സകല സംഭാവനകളും കൊടുത്ത് ലോകത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും, ലോകത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി തങ്ങളുടെ ടെക്നോളജി ആണെങ്കിലും തങ്ങളുടെ എല്ലാ കഴിവുകളും എല്ലാം കൊടുത്ത് ലോകത്തെ സന്തോഷിപ്പിച്ച യഹൂദന്മാരെ ആർക്കും വേണ്ട. പിന്നെയോ സകല വിധത്തിലും ബോംബിട്ടും സകല വിധത്തിലും അന്യായം ചെയ്തും കൊല്ലാക്കൊല ചെയ്ത് ലോകത്തെ മുഴുവനും മുടിപ്പിച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുന്ന തുലുക്കന്മാരെ താലോലിക്കുക, കൊണ്ടുപോയി സംരക്ഷിക്കുക. അവർക്ക് പ്രത്യേക ഫുഡ്, റെഫ്യൂജി സംവിധാനം, അവർക്ക് പ്രത്യേക
എന്തുവാ അവരെ കൊണ്ടുപോയ 5 സ്റ്റാർ രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. റെഫ്യൂജികളായിട്ട് കയറിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക നിയമങ്ങൾ മുഴുവനും ഈ ചെറ്റകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, തീവ്രവാദികളെ. അയ്യോ ജനമേ, ആപത്ത് വലുതാണേ. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു ലൈവ് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരിടത്ത് ഇരുന്നിട്ട് ലൈവ് വരാം. ഞാനൊന്ന് സൂപ്പർ ഫാമിലൊന്ന് കയറട്ടെ. സൂപ്പർ ഫാം എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ സ്റ്റോറിൽ ഒന്ന് കയറണം എനിക്ക്. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ കയറി അത്യാവശ്യം ഒരു ക്രീം മേടിക്കാനുണ്ട്. ഞാൻ എൻ്റെ പേഷ്യൻറ്റിനുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് മെഡിക്കൽ സ്റ്റോറിൽ കയറട്ടെ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു 1 hour 2 hour കഴിഞ്ഞ് ഞാൻ ലൈവ് വരും. കുറച്ച് കാര്യം ഇരുന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇരിക്കുക. ആപത്തിന് ഞാനിത് പറയുമ്പോഴും സീരിയസ്നെസ് മനസ്സിലാക്കുക. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്, ധൈര്യം സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മനസ്സിലായോ? ലഹി ത്രോത്ത്.